1986-91 കാലയളവിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ സയൻസ് വിഭാഗത്തിൽ പ്രീ ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സുഹൃതത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2, ഡിഗ്രി, PG വിജയിച്ച സുഹൃതം അംഗങ്ങളുടെ മക്കൾക്കും മടപ്പള്ളി കോളേജിൽ കഴിഞ്ഞ 5 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സുഹൃതം സ്കോളർഷിപ്പ് പദ്ധതി ഗുണഭോക്താക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സുഗതകുമാരി കവിതാ പുരസ്കാരം നേടിയ സയീദ നടേമൽ, അഖിലേന്ത്യാ ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരളത്തിലെ മികച്ച അധ്യാപക അവാർഡ് ജേതാവ് ജയരാമൻ PK, അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവ് രഞ്ജിത്ത് PG എന്നിവരെയും സുഹൃതത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വടകര ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മടപ്പള്ളി കോളേജ് മുൻ പ്രിൻസിപ്പൽ ഇൻചാർജ് PM ഷിനു ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് ലഭിക്കുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, മടപ്പള്ളി കോളേജിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു മേഖല, ഈ വടകര ഏരിയയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് മടപ്പള്ളി കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ പല ആൾക്കാരും നമ്മുടെ ഈ ഒരു മലയോര മേഖലയിലും അതുപോലെ തന്നെ ഈ തീരപ്രദേശങ്ങളിലുള്ള വളരെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് സുഹൃതം നൽകുന്ന 10 കുട്ടികൾക്കാണെങ്കിൽ പോലും സുഹൃതം നൽകുന്ന ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെ. അത് ആ രീതിയിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സഹായം നമ്മുടെ പിൻഗാമികൾ എന്ന് പറയുന്നത്, ഞാനും ഒരു മടപ്പള്ളി കോളേജിലെ ഒരു അലുമിനിയാണ്. നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ആ വർഷം 91 മുതൽ 96 വരെ മടപ്പള്ളി കോളേജിൽ പ്രീ ഡിഗ്രിയും പഠിച്ചൊരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്കും ഒരു അലുമിനി ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്രവർത്തനത്തെ എനിക്ക് പിന്നെ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആ അലുമിനി ഗ്രൂപ്പിനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച്. കാരണം ഈ സുഹൃതത്തിൻ്റെ ആ ഒരു നേതൃത്വ നിലയിൽ വിനോദ് സാറും ദിവാകരൻ സാറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ആഷിഖ് സാറുണ്ട്, ഇവരൊക്കെ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മടപ്പള്ളി കോളേജിലെ അധ്യാപകനായുള്ള പ്രൊഫസർ അമീർ സാറാണ് ഇതിൻ്റെ എല്ലാവരെയും ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു കഴിവുണ്ട്. കോളേജ് അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ സജയ് KV മുഖ്യപ്രഭാഷണം നടത്തി. വളരെ മനോഹരമായൊരു വാക്കാണ് സുഹൃതം എന്നത്. ചെയ്ത നന്മയുടെ പേരാണ് സുഹൃതം. ഇങ്ങനെ ആ പേരിനെ പ്രവൃത്തി കൊണ്ട് സാർത്ഥകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വെറുമൊരു പേരല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘടന എന്നതാണ് ഇതിനെ കേവലം ഒരു അലൂമിനി അസോസിയേഷൻ എന്ന തലത്തിൽ നിന്നും വളരെയധികം ഉയർത്തുന്നത്. സുഹൃതം എന്നതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു വാക്കാണ് സതീർത്ഥ്യൻ എന്നത്. സതീർത്ഥ്യൻ അഥവാ സതീർത്ഥ്യ എന്നത്. തീർത്ഥം എന്ന വാക്കിന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കവിഞ്ഞ ഒരർത്ഥമുണ്ട്. അറിവ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഒരുമിച്ച് അറിവ് നേടിയവരുടെ പേരാണ് സതീർത്ഥ്യൻ അഥവാ സതീർത്ഥ്യ. ആ അർത്ഥത്തിൽ സതീർത്ഥ്യരുടെ ഒരു കൂട്ടായ്മയാണ്. അതും 3.5 പതിറ്റാണ്ടുകൾക്കപ്പുറം 80കളുടെ ഒടുവിൽ സഹപാഠികളായിരുന്ന ആളുകൾ വീണ്ടും ഇത്തരമൊരു സംഘടനയിലൂടെ ഒരുമിക്കുകയും സൗഹൃദം പുതുക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയ സാംസ്കാരിക പ്രസക്തിയുള്ള, സാംസ്കാരിക മൂല്യമുള്ള ഒരു കാര്യമാണ്. 3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുഹൃതത്തിലെ അംഗങ്ങൾ സഹപാഠികളായിരുന്നത്. ആ കാലത്തിൻ്റെ വലിയ ദൂരത്തെ പോലും മറികടന്നുകൊണ്ട് അവർക്കിടയിൽ വളരെ ഗാഠമായ ഒരു സൗഹൃദം നിലനിൽക്കുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ രൂപീകരണത്തിലും പ്രവർത്തനത്തിലും കലാശിച്ചിരിക്കുന്നു എന്നത് അതിൻ്റെ മാനവികമായ അർത്ഥത്തിൽ തന്നെ വലിയൊരു കാര്യമാണ്. സൗഹൃദം ഇങ്ങനെ, സൗഹൃദത്തിൻ്റെ ദീപശിഖ ഇങ്ങനെ കെടാതെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുക എന്നത്. ഒരിക്കൽ കൗമാരപ്രായക്കാരായി കണ്ടുമുട്ടിയവരിന്ന് മധ്യവയസ്കരായി വീണ്ടും കണ്ടുമുട്ടുന്നതിൽ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ്. അത് അനുഭവിച്ചവർക്കേ അനുഭവിക്കുന്നവർക്കേ അറിയൂ. ആ ചാരിതാർത്ഥ്യത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സുഹൃതം അംഗങ്ങൾ എന്ന് എനിക്കറിയാം. സെക്രട്ടറി ദീപാങ്കുരൻ KK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുഹൃതം പ്രസിഡന്റ് വിനോദ് കുമാർ B അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ വനജ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SSLC
+2, ഡിഗ്രി, PG കോഴ്സുകൾ വിജയിച്ച സുകൃതം അംഗങ്ങളുടെ കുട്ടികൾക്കും ഉന്നത വിജയം നേടിയ സുകൃതം സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്കും വിവിധ അംഗീകാരങ്ങൾ നേടിയ സഹപാഠികൾക്കും ഉള്ള ട്രോഫികൾ പ്രൊഫസർ സജയ്, അസോസിയേറ്റ് പ്രൊഫസർ PM ഷിനു, പ്രൊഫസർ വനജ എന്നിവർ വിതരണം ചെയ്തു. ചടങ്ങിന് ട്രഷറർ പ്രദീപ് കുമാർ T നന്ദി പറഞ്ഞു. തുടർന്ന് പ്രശസ്ത ഗായകൻ ഭാനു പ്രകാശിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലൈ മനസ്സും മനസ്സും